അപ്പോസ്തോല പ്രവർത്തികൾ 28:1 രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എത്ര പരിശ്രമിച്ചിട്ടും വിജയിക്കുവാൻ കഴിയാതെ സകലത്തിലും പരാജയപ്പെട്ടു പോയതിനാൽ ഇനിയും രക്ഷപ്പെടുവാൻ സാധിക്കയില്ല എന്ന് ചിന്തിച്ച് സങ്കടപ്പെട്ടു കരയുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെയും, ഇതിന്റെ 27-ാം അധ്യായം 13-ാം വാക്യത്തിൽ തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താൽപര്യം സാധിച്ചു എന്ന് തോന്നി എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ എല്ലാം വളരെ ഭംഗിയായും അനുഗ്രഹമായും നടക്കപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നത്തക്ക വിധം പലതിൻ്റെയും ആരംഭം വളരെ ആനന്ദകരമായിരുന്നു എങ്കിലും 20-ാം വാക്യത്തിൽ വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടും ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ നിമിത്തം, അത് രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ ഇങ്ങനെ ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളോ നിങ്ങളുടെ തലമുറകളോ രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസവും പ്രതീക്ഷയുമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ ഏറെ സ്നേഹിച്ചവർ പോലും നിങ്ങളുടെ അവസ്ഥയറിഞ്ഞ് ഇനിയും നിങ്ങൾ രക്ഷപ്പെടുവാൻ ഒരു സാധ്യതയുമില്ലെന്ന് പറയുന്നുണ്ടോ? എങ്കിൽ അതു നിമിത്തം നിങ്ങൾ നിരാശപ്പെടേണ്ട. കാരണം 23-ാം വാക്യത്തിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ഉടയവനും നിങ്ങൾ സേവിച്ചു നിൽക്കുന്നവനുമായ ദൈവത്തിന് നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും രക്ഷപ്പെടുത്തുവാൻ നിശ്ചയമായും സാധിക്കും. അത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ദൈവം തന്റെ ദൂതനെ അയച്ച് നിശ്ചയമായും നിങ്ങളെ വിടുവിക്കും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കുക. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.